പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറകെ പോയ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സഖാക്കളും തിരിച്ച് അടിയന്തരമായി തന്നെ എറണാകുളത്ത് എത്തേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ നിന്നും ഇപ്പോൾ ഒരു CPM MLA പേരിൽ ലൈംഗികാരോപണം വരികയാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു ആരോപണം വന്നാലും കൃത്യമായി പ്രതിരോധിക്കാനുള്ള കഴിവ് സഖാക്കൾക്ക് ഉണ്ട്. അത് ക്യാപ്സ്യൂളിന്റെ രൂപത്തിൽ ഇപ്പോൾ തന്നെ നിർമ്മിച്ചു തുടങ്ങേണ്ട ആവശ്യകതയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്നൊരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു പത്ര കട്ടിങ്സ് ആണ് തുടക്കം പ്രചരിച്ചു തുടങ്ങിയത്. ഇപ്പോൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിലും ആ MLA പേരും ആ വനിതാ നേതാവിന്റെ പേരെല്ലാം വരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പത്ര കട്ടിങ്സ് ഇങ്ങനെയായിരുന്നു. CPM വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ MLA ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്നതാണ് അതിലെ വാർത്ത. എറണാകുളം ജില്ലയിൽ നിന്നുള്ള CPM MLA ആയിരുന്നു. പരവൂരിൽ പട്ടാപ്പകൽ CPM നേതാവിന്റെ വീട്ടിൽ കയറിയ MLA വനിതാ നേതാവിന്റെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടി എന്നാണ് പറയുന്നത്. ഇനി എന്താണ് CPM നേതാക്കൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്നത് നാം നോക്കിക്കാണുകയാണ്. പ്രത്യേകിച്ച് മുകേഷ് MLA അതോടൊപ്പം തന്നെ ശശീന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇരിക്കുന്ന ആ നിയമസഭയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായത്. ആ ഗർഭം കലക്കുന്ന കേസ് ഉണ്ടായപ്പോൾ വലിയ രീതിയിലായിരുന്നു CPM നേതാക്കൾ രംഗത്ത് വന്നത്. പാലക്കാടല്ലേ എന്തെല്ലാം സംഭവങ്ങളായിരുന്നു. നാം എന്തെല്ലാം പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ലഭിച്ചിട്ടില്ല. മറിച്ച് മുകേഷിനെതിരെയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള പല നേതാക്കൾക്കെതിരെയും പരാതികളുണ്ട്. ആ പരാതികൾ പാർട്ടി കോടതി, പാർട്ടി പോലീസ്, പാർട്ടി തീവ്രത അളന്ന് അവർ കുറ്റക്കാരല്ലെന്ന് തെളിയിക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം കത്തി നിൽക്കുമ്പോഴാണ് ഈ MLA-ക്കെതിരെയുള്ള ഇത്തരം പരാതികൾ ഉണ്ടായത്. അപ്പോൾ ഈ നേതാക്കൾക്ക് എത്ര ധാർമ്മികതയുണ്ട്. ഇനി നമ്മുടെ നിയമസഭയിൽ പൊതുജനത്തിന്റെ അവസ്ഥ കഴുതയായി മാറുകയാണ്. അവർ ഇനി എന്ത് കണ്ടിട്ടായിരിക്കും വോട്ട് ചെയ്യാൻ എത്തുക. ഇപ്പോൾ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് തന്നെ ഉണ്ടാക്കാനുള്ള ജനസംഖ്യയായി നിയമസഭയ്ക്കുള്ളിൽ MLA-മാരുടെ വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. പീഡന വീരന്മാരുടെ ലിസ്റ്റ്, ലൈംഗിക ആരോപണത്തിന് ഇരയായവരുടെ ലിസ്റ്റ്. അതിൽ എൽദോസ് കുന്നപ്പള്ളി, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ കോവളത്ത് നിന്നുള്ള MLA M. വിൽസന്റ്, രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്നു. അദ്ദേഹം എല്ലാവരെയും വിമർശിക്കും, എല്ലാത്തിനെയും വിമർശിക്കും. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെല്ലാം അദ്ദേഹം വിളിക്കുന്നത് വിജയ എന്നാണ്. വിജയൻ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ പിതാവുമായി അവർ ഒരുമിച്ച് പഠിച്ചിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം. പിന്നീട് ശശീന്ദ്രനുണ്ടല്ലോ, ശശീന്ദ്രന്റെ കഥകൾ. പിന്നീട് നമ്മുടെ നടൻ മുകേഷിനെതിരെയെല്ലാം വലിയ രീതിയിൽ ആരോപണം ഉണ്ടായപ്പോൾ CPM-കാർ ഉൾപ്പെടെ ആഗ്രഹിച്ചിരുന്നതാണ് മുകേഷ് രാജിവെക്കണം. പാർട്ടിയിലെ എല്ലാ നേതാക്കളും പ്രതീക്ഷിച്ചു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെതായ നിലപാടുണ്ട്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാടോ കോൺഗ്രസിന്റെ നേതാക്കൾക്കെതിരെ ഇത്ര ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളും രാജിവെക്കുന്നില്ല. അപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുപോലെയാണോ? കമ്മ്യൂണിസവും ഗാന്ധിസവും തമ്മിൽ ഒരുപോലെയാണോ? ഇതെല്ലാം എന്നാണ് മാറിയതെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും അന്ന് മുകേഷ് രാജിവെച്ചില്ല. അത്തരത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ പൂർണ്ണമായി തന്നെ മലിനമായിരിക്കുകയാണ്. ഇപ്പോഴും ജനങ്ങളെ പറ്റിക്കുകയാണ്. ഉത്തർപ്രദേശും അതോടൊപ്പം തന്നെ രാജസ്ഥാനും ഗുജറാത്തും കാണിച്ച് പറയുകയാണ് അവിടെ കൊലപാതകങ്ങൾ നടക്കുന്നു, അവിടെ വർഗീയത നടക്കുന്നു, അവിടെ പീഡനം നടക്കുന്നു, അവിടെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്നു. നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വവും അറിയാനുള്ള ഒരു കാര്യം, കേരളം ഇപ്പോഴും 20 വർഷം പുറകിലേക്ക് നിൽക്കുകയാണ്. നാം 60 മുതൽ ഒരു 80-90 കാലഘട്ടം വരെ, 2000 കാലഘട്ടം വരെ നാം വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യപരമായും വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും കായിക മേഖലയിലെല്ലാം വലിയ രീതിയിൽ നമുക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വളർച്ച പിന്നീട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിന്നിൽ നിൽക്കുന്ന തമിഴ്നാടായാലും കർണാടകയായാലും മറ്റെല്ലാ സംസ്ഥാനങ്ങളും വളർന്നു കയറുമ്പോൾ നമ്മുടെ MLA-മാരും മന്ത്രിമാരും ഈ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പുറകെ പോവുകയാണ്. ഇപ്പോൾ നിയമസഭ പരിശോധിച്ച് നോക്കൂ. നിയമസഭയിൽ ഒരു വർഷം കൂടുകയാണെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും ഇത്തരം ലൈംഗികാരോപണ കേസുമായി മാറ്റിവെക്കേണ്ടി വരും. ഒരു കാലത്ത് അതിപ്പോൾ എല്ലാ സർക്കാരിന്റെ കാലത്തും നമുക്കറിയാം. ഒരു കാലത്ത് അവിടുത്തെ ചർച്ചാ വിഷയം സരിതാ നായരായിരുന്നു. സരിതാ നായരിന് വേണ്ടി എന്തെല്ലാം ബഹളങ്ങളായിരുന്നു നിയമസഭയിൽ ഉണ്ടായത്. അവിടെ ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല.
അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. ആരോഗ്യ മേഖലയിലെയും പോലീസിന്റെ ഗുണ്ടായിസത്തെ ചർച്ച ചെയ്യുന്നില്ല. അവിടെ ചർച്ച ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ്. സരിതയെക്കുറിച്ച്, സ്വപ്നയെക്കുറിച്ച്, അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയങ്ങൾ, എം വിൽസന്റെ പീഡന കഥകൾ, മുകേഷിന്റെ പീഡന കഥകൾ. അവിടെ ഇതിനു വേണ്ടിയാണോ നിയമസഭയെന്ന് മാറ്റി ഇനി പുതിയ പേരെങ്കിലും കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് മാറുകയാണോ? അതെന്തായാലും പ്രത്യേക ബ്ലോക്ക് രൂപീകരിക്കേണ്ടത് അടിയന്തരമായി തന്നെ രൂപീകരിച്ച്, എന്തായാലും ഇപ്പോൾ തന്നെ ഈ കണക്ക് നോക്കിയപ്പോൾ തന്നെ എൻ്റെ അറിവിൽ തന്നെ ഒരു 6-7 പേരായല്ലോ. ഇനി ഇതിനേക്കാൾ കൂടുതൽ നേതാക്കൾ കാണും. അപ്പോൾ അവർക്കൊരു പ്രത്യേക സീറ്റെല്ലാം നൽകി ഒരു ബ്ലോക്ക് തന്നെ അങ്ങ് കൊടുക്കാം. ഒരു വകുപ്പ് എന്ന രീതിയിൽ, ബ്ലോക്ക് എന്ന രീതിയിൽ എല്ലാവർക്കും ഒരു പ്രത്യേക സൗകര്യം ഏർപ്പാടാക്കുന്നതാണ് നല്ലത്. എന്തായാലും CPM നേതാക്കളുടെ ഇതിനായുള്ള പ്രതികരണം കാത്തിരിക്കുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. പല പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളും ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒരു കേസിൽ കുടുങ്ങിയപ്പോൾ, രാഹുൽ മാങ്കൂട്ടം കുടുങ്ങിയപ്പോൾ അതിനെതിരെ അവർക്ക് അടിക്കാൻ കിട്ടുന്ന ഒരു വടിയായാണ് അവർ കാണുന്നത്. അത് പ്രത്യേകം മുതലാക്കാൻ തന്നെയാണ് ശ്രമം. എന്തായാലും ആ എറണാകുളത്തെ നേതാവിന്റെ MLA പേര് പലർക്കും അറിയാം, ആ വനിതാ നേതാവിനെ അറിയാം. എന്തായാലും ഇത്തരം പ്രശ്നങ്ങൾ തുടർ സംഭവമാകുകയാണ്. രാഷ്ട്രീയ ഭേദമെന്നെ അതിപ്പോൾ കോൺഗ്രസിലും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഇത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കൃത്യമായി എന്താണ് ഈ MLA പ്രശ്നം, അതെന്തായാലും പാർട്ടികൾ പരിശോധിക്കണം. പാർട്ടികൾ പരിശോധിച്ച് കൃത്യമായ ബോധവൽക്കരണം നടത്തണം. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് പോലെ തീവ്രത അളക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കുമോ എന്നറിയില്ല. ഇപ്പോഴും നമ്മുടെ സഖാവ് ബാലനും ശ്രീമതി ടീച്ചറുമെല്ലാം ഇപ്പോഴും പാർട്ടിയിൽ സജീവമാണ്. പണ്ട് അവർ പാലക്കാട് ഇത്തരം ഒരു പ്രശ്നം വന്നപ്പോൾ കൃത്യമായി അവിടെ എത്തി അതിൻ്റെ പീഡനത്തിന്റെ തീവ്രത അളക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ തീവ്രതയുടെ ആ മിഷനുമായി ചിലപ്പോൾ അവർ എറണാകുളത്ത് എത്തുമോ എന്നെല്ലാം വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് ഇവർ തീവ്രത അളന്നത് കൊണ്ട് ആർക്കാണ് ഗുണം? പല കോൺഗ്രസ് ഉൾപ്പെടെ പറയുകയാണ്, ഈ പിണറായി വിജയന്റെ ഓഫീസിന് ഉള്ളിൽ ഇരിക്കുന്ന പലർക്കുമെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. ഇങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കേരള സമൂഹത്തിന് അനുയോജ്യമായ കാര്യമല്ല. നമുക്കിവിടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാം ഇന്ന് വലിയ രീതിയിൽ പിന്നോട്ട് പോയിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലായാലും കായിക മേഖലയിലും വലിയ രീതിയിൽ പിന്നോക്കം പോയി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികളും യുവാക്കളും കേരളം വിട്ടു പോകുന്നത്. അവരെ കേരളം വിട്ടുപോയാൽ പിന്നീട് ഇവിടെ ആരാണ്? കമ്മ്യൂണിസ്റ്റുകൾ മാത്രം മതിയോ? അതോ കോൺഗ്രസ്സുകാർ മാത്രം മതിയോ? BJPക്കാർ, രാഷ്ട്രീയക്കാർ മാത്രം മതിയോ? അല്ല, നമ്മുടെ കേരളം മുന്നോട്ട് പോകണമെങ്കിൽ, വികസിക്കണമെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ യുവാക്കളും നമ്മുടെ നാട്ടിൽ പണിയെടുക്കണം. നമ്മുടെ സംസ്ഥാനത്തിന് അനുകൂലമായി അവർ പ്രവർത്തിക്കണം. അതിനുള്ള സാഹചര്യവും കൃത്യമായ സാമ്പത്തികവും കണ്ടെത്തി നൽകുക എന്നതാണ് നമ്മുടെ നേതാക്കളുടെ ആവശ്യം. അല്ലാതെ ആഡംബര ജീവിതം നയിച്ച് മുന്നോട്ട് പോകാമെന്ന് ഈ സർക്കാരിലെ നേതാക്കൾ ചിന്തിക്കുകയാണെങ്കിൽ നേപ്പാളിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കും. അതൊരു വലിയ അട്ടിമറിയല്ല. അവിടുത്തെ പോലെ കലാപത്തിലേക്കൊന്നും പോകാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല. അങ്ങനെ പോകാൻ ചിന്തിച്ച കാശ്മീരിലെ ചില ജിഹാദികളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? അവർ ആപ്പിളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് ജീവിക്കുകയാണല്ലോ. ആ ഒരു രീതിയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. അത് മണിപ്പൂരിൽ കണ്ടതാണ്. അങ്ങനെ കൈ ഉയർത്തുകയാണെങ്കിൽ വെടിയുണ്ട ഉണ്ട് മറുപടി തരാൻ. അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി കേരളത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ജനാധിപത്യപരമായി വലിയൊരു അട്ടിമറി അത് വോട്ടിങ്ങിലൂടെ ഉണ്ടാകും. അത് നാം തൃശ്ശൂരിൽ കണ്ടതാണ്. തൃശ്ശൂരിൽ BJP ജയിക്കുമെന്ന് നാം പ്രതീക്ഷിച്ചില്ല. അത് ഇത്തരം കരുവന്നൂരും മറ്റു പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായ പശ്ചാത്തലത്തിലാണ്. അതൊരു തൃശ്ശൂരിലെ വിപ്ലവമായിരുന്നു ആ വിപ്ലവം സംഭവിച്ചത്. ആ വിപ്ലവം വീണ്ടും കേരളത്തിൽ ഉടനീളം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.